பாட்டுகளுக்காக பார்க்க வேண்டும். இப்போ வந்து மைதிலி பாடல் பார்க்க வேண்டும். சாங்ஸ் கூட ரொம்ப நல்ல பாடல்கள். மட்டும் இல்ல, இது பாடி இருக்கிறது சொரன்ல தானே. What a great musician she was. ഒരു 37 വയസ്സിൽ നമുക്ക് നഷ്ടപ്പെട്ട് അല്ലേ, എത്രയോ കാലം നമുക്ക് എത്രയോ പാട്ടുകൾ തരേണ്ട ആളായിരുന്നു. പക്ഷെ എങ്ങനെയോ കാലത്തിന്റെ യവനികയിൽ ഇങ്ങനെ മറഞ്ഞുപോയി. അപ്പൊ സ്വർണ്ണലതയുടെ ഓർമ്മയിൽ നമുക്ക് ഒരു നിമിഷം സൈലന്റ് ആയിട്ട് നമുക്ക് പാട്ടിലേക്ക് കയറാം. ഓക്കെ, നന്നായിട്ട് പാടണേ. ഓക്കെ. அதே தவனே முறையில் நேசிக்கிறேன். அதே தவனே முறையில் நேசிக்கிறேன். கேட்டு கேட்டு நான் கிறங்குகிறேன். கேட்பது அவனோ அறியவில்லை. காற்று மூங்கிலின் காதுக்குள்ளே அவன் போதும் ரகசியம் புரியவில்லை. அவனோ ஒருவன் வாசிக்கிறான். இருட்டில் இருந்து நான் யாசிக்கிறேன். என் காலம் கவலை மறந்திருப்பேன். இன்னிசை மட்டும் இல்லை என்றால் நான் என்றோ என்றோ இறந்திருப்பேன். எவனோ ஒருவன் வாசிக்கிறான். இருட்டில் இருந்து நான் யாசிக்கிறேன்.
இதுபோல் மறந்து பிரிதில்லையே அந்த குழலி போல் அழுவதற்கு அத்தனை கண்கள் எனக்கில்லையே எவனோ ஒருவன் வாசிக்கிறான் இருட்டில் இருந்து நான் யாசிக்கிறேன் எவனோ ஒருவன் வாசிக்கிறான் இருட்டில் இருந்து நான் யாசிக்கிறேன் അപ്പൊ അതേ ഉള്ളൂ മൈഥിലി കുട്ടി. മിടുക്കിയായിട്ട് പാടി, ഉഗ്രം വോയിസ്, നല്ല പ്രസന്റേഷൻ. അഗെയിൻ പ്രൂവിംഗ് വൈ യു ആർ സ്റ്റാൻഡിങ് ഹിയർ ഓൺ ദിസ് സ്റ്റേജ് ഓഫ് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ. കേട്ടോ, മിടുക്കി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മുടെ ഹെഡ് മാസ്റ്ററും ടീച്ചേഴ്സും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്കൂളിൽ എല്ലാവർക്കും നമ്മുടെ ഒരു അന്വേഷണമുണ്ട്, നമ്മുടെ സ്നേഹമുണ്ട്, നമ്മുടെ ബഹുമാനമുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നീനൂടാ എന്തോ മാർക്ക് കൊടുത്തേ. ഞാനോ ആ കൊടുക്കട്ടെ? കൊടുക്കൂ. എത്ര കൊടുക്കണ്ടേ? അതെ നിങ്ങൾ പറയുന്നത് ഞാൻ കൊടുക്കും. ഇപ്പൊ നമ്മളെല്ലാം പറഞ്ഞതൊക്കെ കേട്ടല്ലോ. 10 വർഷമായിട്ട് കേട്ടോണ്ടിരിക്കല്ലോ. 98. എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവട്ടെ. 98 98 കൂട്ടണോ കുറയ്ക്കണോ? കുറച്ചൊന്ന് കുറയ്ക്കണം. പിടിച്ചോ. 97.5. കുറച്ചും കൂടെ പിടിച്ചോ. 97.25. അപ്പൊ മൈഥിലിക്കുട്ട, നമ്മുടെ ഫസ്റ്റ് തമിഴ് സോങ് ആണ്. അത് നമ്മൾ കലക്കി. ഇനിയും കലക്കണം. നമുക്ക് തമിഴ് റൗണ്ട്സ്, പല റൗണ്ട്സ് ഇനിയും വരും. അതിലെല്ലാം നമ്മൾ തിളങ്ങണം കേട്ടോ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ബൈ. ബൈ.